ഹലോ അച്ഛാ. എന്നടാ മലെ? അച്ഛാ തിരക്കാണോ? ഞാൻ ഇവിടെ ഉണ്ട്, ഡയറക്ടറിന്റെ മുറിയിലുണ്ട്. എന്തേ? അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ടതുണ്ടായിരുന്നു, കാര്യം സംസാരിക്കാനായിരുന്നു. പെട്ടെന്നാണെങ്കിൽ പോരെ, ഞാനിപ്പോ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടിയുണ്ട്. ആ പൈസ ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛൻ എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അവള് നീറ്റിന്റെ പരീക്ഷ ഉണ്ടല്ലോ, അവള് 3 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ്, പഠിക്കുന്നതായിരുന്നു. നന്നായിട്ട് പഠിച്ചാണ് പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു. അപ്പം അവൾക്ക് പാസ്സായിട്ടില്ല. അപ്പൊ തൊട്ട് അവള് ഇച്ചിരി മൂഡ് ഓഫിലാണ്. വീട്ടിൽ അടച്ചിരുന്ന് ആരോടൊന്നും മിണ്ടുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അവളൊരു അബദ്ധം കാണിച്ചോളൂ, ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞങ്ങൾ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവള് മൊത്തത്തിൽ ഇപ്പൊ ഡൗൺ ആണ്. ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാണെന്ന് അറിയില്ല. അച്ഛനൊന്നും സംസാരിക്കാവോ? അവളുണ്ടോ? കൂടെ വന്നിട്ടുണ്ടോ? കൂടെ വന്നിട്ടുണ്ട്. വിളിക്കും, ഞാൻ സംസാരിക്കാം. ശരി. മോളുടെ പേരെന്താ? എന്നാ പറ്റിയ ഇങ്ങനെ അത്രയും വിഷമിച്ചും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നത്? ഇതെന്നാ കയ്യിലൊരു ഘട്ടൊക്കെ? എന്നാ പറ്റിയ നിനക്ക്? നീറ്റിന്റെ എക്സാം എഴുതി കഴിഞ്ഞു. 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ തവണ എക്സാം എഴുതാൻ പോയി. അതെന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ആദ്യം എക്സാം എഴുതുന്നതിനോട് വേറെ എന്തെങ്കിലും പഠിക്കുന്നതിനായിരുന്നു. പക്ഷെ എന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് അവര് എക്സാം എഴുതാൻ പറ്റുന്നത്. ഞാൻ ആദ്യത്തെ തവണ അറ്റംപ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല. 2ാമത്തെ തവണ അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. 3ാമത്തെ തവണ അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു. ഞാൻ നന്നായിട്ട് പഠിച്ചത് കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, വീട്ടുകാർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ തൊട്ട് എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുക, എനിക്ക് നാട്ടുകാരോട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് മടുത്തു. എനിക്ക് ജീവിക്കണ്ട, ചത്താ മതി. മോളെ, എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. ആൾക്കാർ പറയും, ആൾക്കാർ ചോദിക്കും എന്ന് കരുതി നിനക്ക് മുന്നോട്ട് പോകണ്ടേ? നീ നിന്റെ ചേട്ടനെ നോക്ക്. അവൻ 3 വട്ടം ജർമ്മൻ എഴുതി തോറ്റതാണ്. എന്നിട്ടും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മള് 1 വട്ടം പരാജയപ്പെട്ടു, 2 വട്ടം പരാജയപ്പെട്ടു. നീ ആണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും നിനക്ക് അടുത്ത പ്രാവശ്യം എഴുതണം, വീണ്ടും പരാജയപ്പെട്ടു വീണ്ടും എഴുതണം എന്നൊരാഗ്രഹം നിന്റെ മനസ്സിൽ വന്നില്ലേ? ഒരു പരാജയപ്പെട്ട് നിന്നപ്പോഴും നിന്നെ മുന്നോട്ട് നയിച്ചൊരു ഊർജ്ജമുണ്ട്. വീണ്ടും എഴുതണം, എന്തിനാ? ജയിക്കാൻ വേണ്ടി, അല്ലെ? അപ്പൊ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നുള്ളതല്ല വിഷയം. നീ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോ നീ ലോകത്തോട് പറയുന്നതന്നെ നീ ജീവിതത്തിൽ പരാജയപ്പെട്ടോളാ എന്നുള്ളതാണ്. അത് സംഭവിക്കരുത്. പരീക്ഷയിൽ നമുക്ക് തോക്കാം, നാളെ ജയിക്കാം. എത്രയോ പേര് നിലകളിൽ പരീക്ഷകളിൽ തോറ്റവര് ലോകത്ത് വിജയിച്ചു കാണിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ തോറ്റതോടുകൂടി ജീവിതത്തിൽ പരാജയപ്പെട്ട എത്രയോ പേരുടെ സാക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷ റിസൾട്ട് വന്ന് പരാജയപ്പെട്ടിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തേ. അവരെല്ലാം പരാജയപ്പെട്ടവരായിട്ടല്ല ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത്. നീ ഇപ്പൊ അതിനുള്ള അറ്റംപ്റ്റ് എല്ലാം നടത്തിയേ. നീ എന്താ കാണിക്കുന്നേ? പരീക്ഷയിൽ തോക്കുന്നതല്ല, ജീവിതത്തിൽ തോൽക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിനങ്ങനെയല്ല പറയുന്നത്, നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതാണ് പൗലോസ്ലീഹൻ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. പരാജയവും ദൈവത്തിന് നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. നിന്റെ സങ്കടവും നിന്റെ വേദനയും ഈ പരാജയത്തിൽ അനുഭവിക്കുന്ന വിഷമവും ദുഃഖവും ഇതെല്ലാം കടന്നുപോകും. നിന്റെ ലൈഫിൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. അതിന് കർത്താവിനോട് ചേർന്ന് കർത്താവ് തരുന്ന സ്നേഹത്തിൽ, കർത്താവിലുള്ള വിശ്വാസത്തിൽ, പ്രത്യാശയിൽ നീ മുന്നോട്ട് പോയാൽ മതി. എല്ലാം ശരിയാവും. എത്രയോ പേര് നിന്നിപ്പോ, എത്രയോ കുഞ്ഞുങ്ങള് ഇതുപോലെ വിഷമത്തിലും വേദനയിലൊക്കെ ഈ അനുഭവത്തിലൊക്കെ ഇന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട്, നല്ല സ്മാർട്ടായിട്ട് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചിരിക്കുന്നു. ഓക്കെ, നോ വറി. പ്രാർത്ഥിക്കാം. എല്ലാം ഓക്കെ. ഇതും കടന്നു പോകും, ഈ വിഷമവും വേദനയൊക്കെ കടന്നു പോകും. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളെ നേരിടണ്ടേ? പരാജയപ്പെട്ടിട്ടും അതിൽ വീണു പോകാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് നല്ല തമ്പുരാൻ നമുക്ക് തരുന്നേ. എല്ലാം അവന് വിട്ടുകൊടുക്ക്. നിരാശകളില്ലാത്തതായിട്ട് ആരാ ഉള്ളത്? നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് അവൻ
നമ്മളെ നയിക്കും. അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33.